അല്ലാഹുവിൻ്റെ ഹബീബിനോട് അബൂ ഖുസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത റുഖ്യ നസ്തർഖീഹാ വദവാഉൻ നതദാവാ ബിഹി വതുഖാതുൻ നത്തഖീഹാ. ഹബീബായ നബിയെ, ഞങ്ങൾക്ക് മരുന്ന് പറഞ്ഞു തരണം, ഞങ്ങൾക്ക് മരുന്ന് പറഞ്ഞു തരണം. ഞങ്ങൾ റുഖ്യ ചെയ്യുന്നുണ്ട് നബിയെ, റുഖ്യ മരുന്ന് കുടിക്കുന്നുണ്ട് നബിയെ, പിന്നെ രോഗം വരാതിരിക്കാൻ വേണ്ടി പ്രതിരോധം ചെയ്യുന്നുണ്ട് നബിയെ. ഹൽ യറുദ്ദു മിൻ ഖദറില്ലാഹി ഷൈആ, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് തടയാൻ അതിന് കഴിയുമോ എന്ന് പറഞ്ഞാൽ, രോഗം വരുമായിരുന്നു, നമ്മൾ മരുന്ന് കുടിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു കണക്കാക്കിയിരുന്ന രോഗമെന്ന ഖലാഇനെ നമ്മുടെ മരുന്ന് കൊണ്ട് ഇല്ലാതാക്കുകയാണോ അവിടെ ചെയ്തത്? അള്ളാഹുവിൻ്റെ ഖലാഇനെ തട്ടിമാറ്റാൻ കഴിയുന്നതാണോ മരുന്ന്, നമ്മുടെ പ്രിവെൻഷൻ എന്നാണ് ചോദ്യം. തുഖാത്തുൻ നത്തഖീഹ, തുഖാത്തുൻ പ്രിവെൻഷൻ. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ഫാറ്റി ഫുഡൊന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഓയിലി ഫുഡ് കഴിക്കുന്നില്ല, ഫ്രൈ ചെയ്ത് കഴിക്കുന്നില്ല. എന്തേ? ഹാർട്ടിന് ബ്ലോക്ക് വരും, കൊളസ്ട്രോൾ വരും. അതൊരു പ്രതിരോധമാണ്, പ്രിവെൻഷനാണ്. അപ്പോൾ അറ്റാക്ക് വരണമെന്നായിരുന്നു ഖലാ. നമ്മൾ ഇങ്ങനെ എക്സസൈസും ഇതൊക്കെ ചെയ്തപ്പോൾ, ഭക്ഷണമൊക്കെ ക്രമീകരിച്ചപ്പോൾ ആ ഖലാഇനെ തടുത്തതാണോ? അതാണ് ചോദ്യം. തങ്ങൾ പറഞ്ഞു, ഹിയ മിൻ ഖദരില്ല, നിങ്ങളാ മരുന്ന് കുടിച്ചത് അള്ളാഹിൻ്റെ ഖദറാണ്. നിങ്ങൾ മരുന്ന് കുടിച്ചത് അള്ളാഹിൻ്റെ ഖദറാണ്. ഏതുപോലെ? ഒരു ചെറുപ്പക്കാരൻ വെറുതെ, നമ്മൾ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയാം, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ 2024 ജൂൺ 26 ഞാൻ മരിക്കും, ഞാനും പഠിച്ചവനെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ വാദിച്ചു പറയണം, ഉദാഹരണം പറയാം. അവൻ പോയിട്ട് ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടെ എന്തെങ്കിലും ചെയ്തു. അപ്പോൾ എല്ലാവരും ഷാബാഷ്, കണ്ടില്ലേ അവൻ പറഞ്ഞ ഡേറ്റിന് കറക്റ്റ് അവൻ മരിച്ചല്ലോ. അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖലാ എന്താണ്? ഇതന്നെ 26ാമത്തെ വയസ്സിൽ 2024 ജനുവരി 26 അവൻ ഇങ്ങനെ ഡയലോഗ് പറയും, അവൻ പോയിട്ട് ചാടും. അങ്ങനെ തന്നെ അവൻ്റെ അവസാനം അങ്ങനെയായിരിക്കും. ഇതാണ് അള്ളാഹിൻ്റെ ഖലാ. ആ ഖലാ ആണ് അവിടെ സംഭവിക്കുന്നത് എന്നല്ലാതെ അള്ളാഹു മുൻനിശ്ചയിച്ചൊരു ഖലാഇനെ ഇവൻ തിരുത്തിയതല്ല, അവൻ്റെ ഖലാ ആണ് സംഭവിച്ചത്. എന്നതുപോലെ മരുന്ന് കുടിക്കലും അള്ളാഹുവിൻ്റെ ഖലാ ആണ്.